ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ 3-pin പ്ലഗിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് കൂടുതൽ പഠിക്കാൻ. 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. നമ്മളെ വീട്ടിലുള്ള ഉപകരണങ്ങൾ, എല്ലാ ഉപകരണങ്ങളിലുമുള്ള ചില ഉപകരണങ്ങളിൽ 3-pin പ്ലഗ് ഉണ്ട്. എന്തിനാണ് 3-pin പ്ലഗ് വയ്ക്കുന്നത്? 2-pin പോരെ? നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ക്ലാസ്. നമ്മൾ ഈ ഒരു ഫിഗർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇലക്ട്രിക് അയൺ ഇസ്തിരിപ്പെട്ടി കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിഗറാണിത്. ഈ ഇസ്തിരിപ്പെട്ടിയിൽ ഹീറ്റ് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന കോയിൽ, ഹീറ്റിംഗ് കോയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. നിക്രോം യൂസ് ചെയ്തിട്ടാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇസ്തിരിപ്പെട്ടിയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക് അയണിൽ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജിയാണ്. ആ ഹീറ്റ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത്. അപ്പം അത്തരം ഒരു ഇലക്ട്രിക്കൽ അയണിലേക്ക് കണക്ഷൻ, അതായത് അതിലേക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് എങ്ങനെ, എന്തിനാണ് ഇവിടെ 3-pin യൂസ് ചെയ്യുന്നത്, അവിടെ 2-pin പോരായിരുന്നോ എന്നതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം 3-pin പ്ലഗ് ആൻഡ് എർത്തിങ് എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കുന്നത്. ദെൻ ഇൻ ഓർഡർ ടു എൻഷുർ സേഫ്റ്റി 3-pin പ്ലഗ്സ് ആർ യൂസ്ഡ് ഇൻ സർട്ടൻ അപ്ലയൻസസ് ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ ലൈൻസ് ദാറ്റ് കണക്റ്റഡ് ഇൻ ടു ദ കോയിൽ ഓഫ് ഇലക്ട്രിക് അയൺ. അതായത് ചില ഇലക്ട്രിക്കൽ അപ്ലയൻസസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, 3-pin പ്ലഗ്, അതായത് 3-pin കണക്ഷൻ കൊടുക്കുന്നുള്ളൂ. എന്തിനാണ് ഇവിടെ 3-pin പ്ലഗ്സ് യൂസ് ചെയ്യുന്നത്? അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്, ഫോർ സേഫ്റ്റി. അപ്പം അങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി 3-pin പ്ലഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ പോയിൻറ്റ്സ് ശ്രദ്ധിക്കണം, അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്. ഇവിടെ 3 ലൈൻസാണുള്ളത്. ഒന്ന് നമുക്ക് സാധാരണ അറിയുന്ന ഫേസ് ലൈൻ, ന്യൂട്രൽ ലൈൻ, പുതുതായിട്ട് വന്ന എർത്ത് ലൈൻ. ഫേസ് ലൈൻ, ന്യൂട്രൽ ലൈൻ ആൻഡ് എർത്ത് ലൈൻ. നിങ്ങൾ 3 ലൈൻസ് കാണുന്നില്ലേ, 3 വയേഴ്സ് കാണുന്നില്ലേ, 3 വയേഴ്സ്. അതിൽ ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും നമ്മുടെ ഹീറ്റിംഗ് കോയിൽ, അതായത് നമ്മുടെ ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സിൻ്റെ അകത്തുള്ള ഹീറ്റിംഗ് കോയിലായിട്ട് കണക്ട് ചെയ്താൽ ഫേസ്, ഒരു ഭാഗത്ത് ഫേസ്, ഒരു ഭാഗത്ത് ന്യൂട്രൽ. എന്നാൽ നമ്മുടെ എർത്ത് ലൈൻ, ഇ എന്ന് രേഖപ്പെടുത്തി എർത്ത് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഇസ്തിരിപ്പെട്ടീൻ്റെ അയൺ ബോക്സിൻ്റെ ഈ ബോക്സിൻ്റെ മുകളാണ്. അതായത് ഒരു മെറ്റൽ ബോക്സ് ഉണ്ട് അതിൻ്റെ മുകളിൽ. ആ മെറ്റൽ ബോക്സിൻ്റെ മുകളിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്? യെസ്, നമ്മുടെ എർത്ത് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 3 ലൈൻ ഉണ്ട്. ഒന്ന് ഫേസ് ലൈൻ, മറ്റൊന്ന് ന്യൂട്രൽ ലൈൻ, മറ്റൊന്ന് എർത്ത് ലൈൻ. അതൊക്കെയാണ് ഫേസ് ലൈൻ, ന്യൂട്രൽ ലൈൻ ആൻഡ് എർത്ത് ലൈൻ. അപ്പം എർത്ത് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? യെസ്, എർത്ത് ലൈൻ കണക്ട് ചെയ്തിരിക്കുന്നത് അയൺ ബോക്സിൻ്റെ മെറ്റൽ ബോഡീൻ്റെ മുകളിലാണ്. Okay. In order to ensure safety, 3-pin plugs are used in certain appliances. In the figure, which are the lines that connected to the coil of electric iron? ഏതൊക്കെയായിരുന്നു? ഫേസ് ലൈൻ, എർത്ത് ലൈൻ ആൻഡ് ന്യൂട്രൽ ലൈൻ. If the phase line comes into contact with the body of an appliances due to defects in the insulation, what happens to the person who touches the body of the appliances? അതായത് നമ്മളെ ഫേസ് ലൈനിൻ്റെ അകത്ത് എന്തെങ്കിലും തരത്തിൽ ഇൻസുലേഷൻ ഡിഫക്ട്സ് കൊണ്ട് ഈ ഇസ്തിരിപ്പെട്ടിൻ്റെ ഒക്കെ അയൺ ബോക്സിൻ്റെ ഒക്കെ ബോക്സിൻ്റെ മുകളിൽ, അതായത് മെറ്റൽ ബോഡീൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഫേസ് ലൈനിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി വരും. ആ സമയത്ത് നമ്മൾ ആ അപ്ലയൻസിൻ്റെ ബോഡി, അതായത് മെറ്റൽ ബോഡി തൊട്ടാൽ എന്താ സംഭവിക്കുക? ടച്ച് ചെയ്താൽ യെസ്, നമുക്ക് ഷോക്ക് ഏൽക്കും. അപ്പം ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ എന്ന് നമുക്കിട്ട് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ 3-pin, അതായത് നമ്മുടെ എർത്ത് വയർ യൂസ് ചെയ്യുന്നത്. ഓക്കെ. വിച്ച് ലൈൻ കംസ് ടു കോണ്ടാക്ട് വിത്ത് ദ പിൻ, അതായത് എർത്ത് ലൈനുമായിട്ട് എർത്ത് പിന്നുമായിട്ട്, അതായത് എർത്ത് ലൈനാണ് കണക്ട് ചെയ്യുന്നത്.
How does the earth pin differ from other pins? Why it made different in this way? എർത്ത് പിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവുക, 3 പിന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു പിന്നിന് നല്ല വലുപ്പം ഉണ്ടാവും, അതിൻ്റെ തിക്നെസ്സും കൂടുതലായിരിക്കും, ലെങ്ത്തും കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ എർത്ത് ലൈൻ എന്ന് പറയുന്നത്. അത് മറ്റു ലൈനിനെക്കാട്ടും വ്യത്യസ്തമാണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് കണക്റ്റഡ് വിത്ത് എർത്ത് ലൈൻ? എർത്ത് ലൈനുമായിട്ട് നമ്മുടെ അപ്ലയൻസിൻ്റെ ഏത് പാർട്ടാണ് കണക്ട് ചെയ്യുന്നത്? യെസ്, അതിൻ്റെ മെറ്റൽ ബോഡിയാണ് കണക്ട് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമുക്കിനി എന്താണ് എർത്തിങ്, എങ്ങനെയാണ് ഈ 3 പിൻ നമുക്ക് സേഫ്റ്റിക്ക് ഗുണകരമായി വരുന്നത് എന്ന് നോക്കാം. എർത്തിങ് ഫോർ ബെറ്റർ സേഫ്റ്റി. യെസ്, ബെറ്റർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ചെയ്യുന്നത്. യെസ്, the pin E of 3 pin plug comes in contact with the earth line. This pin is now connected to the body of the appliance. If at all the body comes in contact with electric connection, electricity flows to the earth through the earth wire. The flows of current into the earth through a circuit, low resistance increases than the current. As a result, heat generated in the fuse wire increases and the circuit gets breakdown. ഈ എർത്തിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എർത്ത് വയർ ഭൂമിയുമായി കണക്ട് ചെയ്തിരിക്കും, അതായത് എർത്തിൽ കുഴിച്ചിട്ടിരിക്കും. അതിനെ കാണിക്കുന്ന ഒരു സിമ്പിളാണ് അവിടെ കൊടുത്തത്. അത് ഭൂമിയിൽ കുഴിച്ചിട്ട് എന്ന് കാണിക്കുന്ന പോലത്തെ ഒരു ചിഹ്നമാണ്. ആ ചിഹ്നം കണ്ടാൽ ഇത് എർത്ത് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം എർത്ത് വയറാണ് ഭൂമിയിൽ കുഴിച്ചിടുന്നത്. അപ്പം അതാണ് എർത്ത് വയർ. അപ്പം ഈ ലൈൻ, ദ പിൻ ഇ ഓഫ് 3 പിൻ പ്ലഗ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് എർത്ത് ലൈൻ. അതായത് ഈ പിന്ന് എർത്ത് ലൈനായിട്ട് കണക്ട് ചെയ്തിരിക്കും. ദിസ് പിൻ ഈസ് നൗ കണക്റ്റഡ് ടു ദ ബോഡി ഓഫ് ദ അപ്ലയൻസസ്. അത് അപ്ലയൻസിൻ്റെ ബോഡിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇഫ് അറ്റ് ഓൾ ദ ബോഡി കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ഇലക്ട്രിക് കണക്ഷൻ, ഇലക്ട്രിസിറ്റി ഫ്ലോസ് ഇൻ ടു ദ എർത്ത് ത്രൂ ദ എർത്ത് വയർ. എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിൻ്റെ ബോഡിയിലേക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്താൽ അത് ആ ബോഡി നമ്മൾ തൊടുമ്പോൾ നമ്മളിലൂടെയാണ് ഇലക്ട്രിസിറ്റി ഭൂമിയിലേക്ക് പോവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ, ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്, വൻ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് എർത്ത് ലൈനുമായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ, അതായത് ദ മെറ്റാലിക് ബോഡി ഓഫ് ആൻ അപ്ലയൻസ്, കണക്റ്റഡ് ടു എർത്ത് ലൈനായിട്ട് ഓൾറെഡി കണക്റ്റഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, എർത്ത് ലൈനിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അപ്പം നമുക്ക് എന്തില്ല, ഷോക്ക് ഏൽക്കില്ല. യെസ്, ദ ഫ്ലോ ഓഫ് കറണ്ട് ടു ദ എർത്ത് ത്രൂ ദ സർക്യൂട്ട് ഓഫ് ലോ റെസിസ്റ്റൻസ് ഇൻക്രീസസ് ദ കറണ്ട്. അപ്പോൾ ലോ റെസിസ്റ്റൻസ് ഉള്ള സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ കറണ്ട് കൂടും, ഇൻക്രീസസ് ദ കറണ്ട്. ആസ് എ റിസൾട്ട്, ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ ഫ്യൂസ് വെയർ. അതിൻ്റെ ഫലമായിട്ട്, ഹൈ കറണ്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ജനറേറ്റ് ചെയ്താൽ നമ്മുടെ ഫ്യൂസ് വെയർ എന്തായി പോവും, കത്തിപ്പോവും. ദെൻ ദ സർക്യൂട്ട് ഗെറ്റ്സ് ബ്രേക്ക് ഡൗൺ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ അപ്ലയൻസിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻ്റ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എർത്ത് ലൈനുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ, 3 പിൻ പ്ലഗാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ഫ്യൂസ് ബ്രേക്ക് ഡൗൺ ആകും. This ensures the safety of the instruments and the person handling it. ഇത് നമ്മുടെ ഉപകരണത്തിൻ്റെയും അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുന്ന മനുഷ്യൻ്റെയും സേഫ്റ്റിക്ക് ഉപകാരമാണ്. Then the length and thickness of the earth pin is more than that of other pins. അത് നമ്മൾ പറഞ്ഞു, എർത്ത് ലൈനിൻ്റെ പിന്ന് അതിന് ലെങ്ത്ത് കൂടുതലാണ്, അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ്സും കൂടുതലാണ്. Yes, since the length is small, when 3 pin is introduced into the socket, the earth pin comes in contact with the circuit first. When the 3 pin is pulled out the socket, the 3 pin will be the last to break the contact. Hence, complete safety is ensured by 3 pin plug. ഈ 3 pin പ്ലഗിന് ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് അത് നമ്മൾ സോക്കറ്റിലേക്ക് ഇടുന്ന സമയത്ത് ആദ്യം ആ ലൈനാണ് പോവുക. അപ്പോൾ എന്തെങ്കിലും കറണ്ടിൻ്റെ പ്രോബ്ലം നമ്മുടെ പ്ലഗിലുണ്ടെങ്കിൽ അതിലൂടെ അങ്ങ് കടന്നു പോകും കറണ്ടുകൾ. അതുപോലെ തന്നെ ലെങ്ത്ത് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അതിനെ പിൻവലിക്കുന്ന കേസിലായാലും അവസാനം വരെ മൂപ്പരാണ്. അപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് അതിലൂടെ തന്നെ കടന്നു പോകും, മറ്റേ പിന്നിനൊന്നും ബാധിക്കില്ല. അപ്പം അത് മോർ സേഫ്റ്റിക്ക് ഉപകാരപ്രദമാണ്. Since the length is more, when 3 pin is introduced into the socket, the earth pin comes into contact with the circuit first. When the 3 pin is pulled out of the socket,
ദ എർത്ത് പിൻ വിൽ ബി ദ ലാസ്റ്റ് ടു ബ്രേക്ക് ദ കോണ്ടാക്ട്. അവസാനമായിട്ട് അതിൻ്റെ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഈ എർത്ത് പിന്നായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിലൂടെ തന്നെ കടന്നു പോകും. ഹെൻസ് കംപ്ലീറ്റ് സേഫ്റ്റി ഈസ് എൻഷുർഡ് ബൈ ദ 3-pin plug. Then the thick copper wire is used to earth wire. The path of low resistance is created. അല്ലേ, നമ്മൾ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ, കട്ടി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയുമെന്ന് പറഞ്ഞാൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ലോ റെസിസ്റ്റൻസ് ആകുമ്പോൾ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ക്യാൻ ഈസിലി ഫ്ലോ ടു ദ എർത്ത് ത്രൂ ദിസ് പാത്ത്. അപ്പം എർത്തിലേക്ക് ഇലക്ട്രിസിറ്റിക്ക് വളരെ ഫ്രീ ആയിട്ട്, അതായത് ലോ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് വളരെ ഫ്രീ ആയിട്ട്, അതായത് ഇലക്ട്രിസിറ്റിക്ക് പോകാൻ പറ്റും, ഈസിലി ഫ്ലോ ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ തിക്നെസ്സും ലെങ്ത്തും വളരെയധികം ഗുണപ്രദമാണ്. എന്തിൻ്റെ? 3-പിന്നിൻ്റെ ഈ പിന്നിൻ്റെ ലെങ്ത്തും കൂടുതലാണ്, തിക്നെസ്സും കൂടുതലാണ്. അത് മോർ സേഫ്റ്റിക്കുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പം ഈ ചാപ്റ്ററിൽ നമ്മൾ ഈ 3-പിന്നിനെ പറ്റി, എർത്തിങ്ങിനെ പറ്റിയും പഠിച്ചത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ 3-പിന്ന് വേണ്ട ഉപകരണങ്ങൾ, അതായത് നമ്മൾ മെറ്റാലിക് ബോഡി ഉള്ള എല്ലാ ഉപകരണങ്ങളും 3-pin യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ TV അതുപോലെയുള്ള ഫാന്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഫൈബർ ബോഡിയുള്ള അപ്ലയൻസസിലൊന്നും പൊതുവെ എന്തില്ല 3-pin യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, മിക്സി, അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടി, അയൺ ബോക്സ്, ഇതിലൊക്കെയാണ് 3-pin. അതുപോലെ TV, ഫാന് അങ്ങനത്തേലൊക്കെ 2-pin യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എർത്ത് ലൈന് കൂടുതൽ കോണ്ടാക്റ്റ് വരാൻ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ മെറ്റാലിക് ബോഡി ഉള്ള കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? മെയിൻലി 3-pin യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ അത്ര കോണ്ടാക്റ്റ് ഇല്ലാത്ത, അതായത് നമ്മൾ ഉപകരണത്തെ അധികം തൊടാത്ത, അപ്ലയൻസിനെ നമ്മൾ അധികം ടച്ച് ചെയ്യാത്ത അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, 3-pinൻ്റെ ആവശ്യമില്ല. അവിടേക്ക് എന്തേ ഉള്ളൂ? 2-pin ഉള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാം 3-pin തീരെ ഇല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് 3-pin സോക്കറ്റുള്ള പ്ലഗ് നിർബന്ധമാണ്. അതുപോലെ മിക്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ മിക്സിക്ക് എന്താണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോഡിയാണ് ഉള്ളതെങ്കിൽ 2-pin ആയാലും പ്രശ്നമില്ല. ഉള്ളതെങ്കിൽ 2-pin ആയാലും പ്രശ്നമില്ല. അതുപോലെ തന്നെ മെറ്റാലിക് ബോഡി ആണെങ്കിൽ നിർബന്ധമായിട്ടും എന്ത് യൂസ് ചെയ്യണം? 3-pin തന്നെ യൂസ് ചെയ്യണം. അപ്പം ഇതാണ് ഈ ചാപ്റ്ററിൽ ഈ 3-pinനും എർത്തിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് പരീക്ഷയ്ക്കൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം നന്നായി മനസ്സിലാക്കുക, ടെസ്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ് ഒന്നുകൂടി കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.